നമസ്കാരം. പത്തനംതിട്ട തകർത്തു വാരുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് മൂന്ന് മുന്നണികളും ശക്തമായി തന്നെ മുന്നിലുണ്ട്. കഴിഞ്ഞ MP ആരാണ് എന്ന് ചോദിച്ചാൽ UDF-ൽ നിന്നുള്ള ആന്റോ ആന്റണിയാണെന്ന് സംശയലേശമന്യേ നമുക്ക് പറയാം. ഇനി ആന്റോ ആന്റണിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. സഭയിൽ ഉണ്ടായിരുന്നത് 82% ഹാജർ നിലയാണ്. 61 സംവാദങ്ങൾ, ഉയർത്തിയ ചോദ്യങ്ങൾ 386 എണ്ണം, ബജറ്റ് സംവാദങ്ങൾ 9 എണ്ണം, സ്വകാര്യ ബില്ലുകൾ വെറും 2 എണ്ണം മാത്രം, ചട്ടം 377 പ്രകാരമുള്ള ചർച്ചകൾ 15 എണ്ണം. ഇങ്ങനെയാണ് ആന്റോ ആന്റണിയുടെ നിലവിലുള്ള ഒരവസ്ഥ. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ ഇതൊക്കെയാണ് പത്തനംതിട്ട മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ. ഇതിൽ പലതും കോട്ടയത്ത് കൂടി കയറി കിടക്കുന്നതാണ്. വെറും 15 വർഷം മാത്രം പ്രായമുള്ള ഈ മണ്ഡലത്തിൽ സാധാരണ കൃഷിക്കാരും ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളുമാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ വോട്ടുകളായിരിക്കും പത്തനംതിട്ടയുടെ വിജയത്തിലേക്കുള്ള ഗതി നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് പത്തനംതിട്ട മണ്ഡലം രൂപീകരിച്ച 2009 ശേഷം ഇവിടെ നിന്ന് സ്ഥിരമായി മത്സരിക്കുകയും ലോക്സഭയിലേക്ക് പോകുന്നതും ആന്റോ ആന്റണി തന്നെയാണ്. വലിയൊരു ചരിത്രമൊന്നും ഈ മണ്ഡലത്തിന് അതുകൊണ്ട് അവകാശപ്പെടാനൊന്നും കഴിയില്ല. ആദ്യ തവണ ആന്റോ ആന്റണി മത്സരിച്ചപ്പോൾ CPM-ൽ നിന്നുള്ള അനന്തഗോപനെയാണ് പരാജയപ്പെടുത്തിയത്. 1,00,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ആന്റോ ആന്റണി വിജയിച്ച് കയറിയത്. തുടർന്ന് 2014 മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി പീലിപ്പോസ് തോമസിനെതിരെ പക്ഷേ ആന്റോ ആന്റണിക്ക് ഭൂരിപക്ഷം കാര്യമായി ഉയർത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അത് കുത്തിനെ താഴേക്ക് പോയി 56,000-ൽ എത്തുകയും ചെയ്തു. മൂന്നാം തവണയും ആന്റോ ആന്റണി മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ എതിരാളിയായി കിട്ടിയത് CPM-ൽ നിന്നുള്ള വീണ ജോർജിനെ ആയിരുന്നു. അപ്പോഴും ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ വലിയ വീഴ്ച പറ്റിയിരുന്നു. 56,000-ൽ നിന്നും 44,000-ലേക്ക് ഭൂരിപക്ഷം വീണ്ടും കുറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഈ കേരളത്തിലേക്കുള്ള വരവിനൊന്നും പക്ഷേ ആന്റോ ആന്റണിയെ സഹായിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുക. ക്രിസ്ത്യൻ വോട്ടുകൾക്ക് പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ ഇതിനിടയിൽ മറ്റൊരു മുന്നണി കൂടി വളർച്ച പ്രാപിച്ചുകൊണ്ടേയിരുന്നു. അത് BJP തന്നെയാണ്. 2009-ൽ B. രാധാകൃഷ്ണ മേനോൻ 56,000 വോട്ടുകൾ മാത്രം നേടിക്കൊണ്ട് പത്തനംതിട്ടയിൽ കന്നി അംഗത്തിൽ ഇറങ്ങി വരവറിയിച്ചു. തുടർന്ന് 2014-ൽ MT രമേശും അവിടെ ഇറങ്ങി. അപ്പോൾ BJPയുടെ വോട്ട് 1,00,000 കടന്ന് ഏകദേശം 1.25 ലക്ഷത്തിന് പുറത്തേക്ക് എത്തിക്കാൻ MT രമേശിന് കഴിഞ്ഞതോടെ BJPക്ക് കൂടി കണ്ണുള്ള ഒരു മണ്ഡലമായി പത്തനംതിട്ട മാറി. അതിനുശേഷമാണ് ആ വിധി ഉണ്ടാകുന്നത്, ശബരിമല സ്ത്രീ പ്രവേശനം. ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നതിൽ BJP വിജയിച്ചു. അവിടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ K. സുരേന്ദ്രനെ തന്നെ മത്സര രംഗത്തേക്ക് ഇറക്കുന്നതിന് BJP തയ്യാറായി. അതുമാത്രമല്ല, സുരേന്ദ്രൻ ഇറങ്ങിയത് ബാക്കിയുള്ള മുന്നണികൾക്കൊരു ഭയപ്പാടുണ്ടാക്കുകയും ഒക്കെ ചെയ്തു. അതിന് കാരണം മറ്റൊന്നുമായിരുന്നില്ല, 13%-ലധികം വോട്ടിൻ്റെ വർധനവാണ് K. സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ ഉണ്ടാക്കിയെടുത്തത്. ഏകദേശം 3 ലക്ഷത്തിനടുത്ത് വോട്ട് നേടാനും സുരേന്ദ്രന് കഴിഞ്ഞതോടെ പത്തനംതിട്ട കൈപ്പിടിയിലൊതുക്കാൻ BJP കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിനും കാരണമായി തീർന്നു. അങ്ങനെ ഇക്കുറി കോൺഗ്രസിൽ നിന്നുള്ള ആന്റോ ആന്റണിക്കെതിരെ ഒരു കൈ നോക്കാനായി അനിൽ ആന്റണിയെ ഇറക്കാൻ തന്നെ BJP തീരുമാനിക്കുകയായിരുന്നു. അതേസമയം പുതിയതായി പാർട്ടിയിലേക്ക് വന്ന് പത്തനംതിട്ട സ്വപ്നം കണ്ടിറങ്ങിയ PC ജോർജിന് പാർട്ടിയുടെ ഈ തീരുമാനം വല്ലാത്ത മനോവിഷമം ഉണ്ടാക്കിയിരുന്നു. ഇത്തവണ പക്ഷേ BJPക്ക് ശബരിമല വിഷയത്തെ പ്രധാന പ്രചരണ ആയുധമാക്കി ഉപയോഗിക്കാനൊന്നും കഴിയില്ല എന്നുള്ളതും ചിലപ്പോൾ തിരിച്ചടി ആയേക്കും എന്നൊക്കെയാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. PC ജോർജ് വിഷമത്തെ തുടർന്ന് ആദ്യം ഇടഞ്ഞു നിന്നെങ്കിലും പിന്നീട് പാർട്ടിയെ അനുസരിക്കുന്ന ഒരു നല്ല പ്രവർത്തകനായി മാറുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത്. അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ സജീവ സാന്നിധ്യമായി മാറുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അനിൽ ആന്റണി ആകട്ടെ സർവതോമുഖ വികസനം എന്ന ലക്ഷ്യമാണ് മണ്ഡലത്തിൽ പ്രധാനമായും അവതരിപ്പിക്കുന്നത്. കാർഷിക മേഖലയിലും സാധാരണക്കാരുടെ ഇടയിലുമൊക്കെ യുവാക്കൾക്കിടയിലുമൊക്കെ ഒരു വികസനത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അനിൽ ആന്റണി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രത്തോളം പ്രയോജനം ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഒരു വലിയ വിഭാവനം ചെയ്യലാണ്. അതിനിടയിൽ അനിൽ ആന്റണിയുടെ പിതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആന്റണി മണ്ഡലത്തിൽ പ്രചരണത്തിന് വരുന്നതും കൗതുകത്തോടെയാണ് ഈ മണ്ഡലത്തിലുള്ളവർ ഉറ്റുനോക്കുന്നത്. പത്തനംതിട്ടയിൽ നേരത്തെ തന്നെ നോട്ടമുള്ള രീതിയിലായിരുന്നു LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ പ്രവർത്തനം. തൊഴിൽ മേളകൾ, കാർഷിക മേളകൾ തുടങ്ങിയവ നടത്തിയത് പത്തനംതിട്ട കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. ഇത്തവണ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയുടെ തേരോട്ടത്തിന് അറുതി വരുത്തണമെന്ന് തന്നെയാണ് CPM കണക്ക് കൂട്ടുന്നത്. ഈ പൊതുവെ കാർഷിക പാരമ്പര്യമുള്ള ഇവിടെ അതിന് ഊന്നൽ നൽകുന്ന പദ്ധതികളാണ് തോമസ് ഐസക് വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇവിടുത്തുകാർ ഏറെ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് മാറ്റം വരുത്താനും പരിഹാരം കണ്ടെത്താനും
ഏറെക്കാലം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറിയ ആന്റോ ആന്റണിക്ക് ഒട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും പൊതുജനം ഉയർത്തുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. അതോടൊപ്പം വന്യജീവി ആക്രമണമാണ് ഇവിടുത്തുകാർ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം. കാട്ടാന ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികൾ വ്യർത്ഥമായ വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകുന്നത് എന്നുമുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട്. പിന്നെ പന്തളം ബസ് സ്റ്റാൻഡിൻ്റെ ശോചനീയാവസ്ഥയും ഇവിടെയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. ബസ് സ്റ്റോപ്പുകൾ നിർമ്മിക്കുകയും ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ വികസനം എന്നാണ് പൊതുവിൽ ആന്റോ ആന്റണി കരുതുന്നത്. അടിസ്ഥാനപരമായി ജനങ്ങളിലേക്ക് വികസനം എത്തിയിട്ടില്ല. ബസ് സ്റ്റോപ്പുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ആന്റോ ആന്റണിയുടെ ബോർഡുകൾ മറയ്ക്കണം എന്നൊക്കെ വരണാധികാരി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. എന്നിരുന്നാലും ആന്റോ ആന്റണിക്ക് തന്നെയാണ് മണ്ഡലത്തിൽ മുൻതൂക്കമുള്ളതെന്നാണ് ചില വിലയിരുത്തലുകൾ വരുന്നത്. ഇതിനിടയിൽ ആന്റോ ആന്റണിയുടെ ഭൂരിപക്ഷവും വോട്ട് ശതമാനത്തിലുണ്ടാകുന്ന ഗണ്യമായ കുറവും കുറച്ച് ഈ ആശയക്കുഴപ്പത്തിലേക്ക് UDF പോകുന്നുണ്ട് എങ്കിലും കഴിഞ്ഞ ദിവസം CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലുണ്ടായ വാക്കുതർക്കങ്ങളും തമ്മിത്തല്ലും പൊതുവേദിയിൽ ചർച്ചയാക്കും എന്ന് തന്നെയാണ് UDF കരുതുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ മുന്നേറ്റം തോമസ് ഐസക്കിന് ആശ്വാസം നൽകുന്നുണ്ട്. 7 നിയമസഭാ മണ്ഡലങ്ങളിലും തിരുവല്ല ഒഴികെ ഇടതുപക്ഷത്തിന് തന്നെയായിരുന്നു നേട്ടം ഉണ്ടായിരുന്നത്. നിലവിലുള്ള സാഹചര്യവും ചരിത്രവും അനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം കണക്കാക്കി വിജയപ്രതീക്ഷ പാടില്ല എന്നുള്ളതും 2019 തെരഞ്ഞെടുപ്പ് നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ആന്റോ ആന്റണിയെ ഇനി എത്രത്തോളം പത്തനംതിട്ടക്കാർ വെച്ചു വാഴിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.